UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പുനഃപരീക്ഷാ വിവാദങ്ങളിൽ വിശദീകരണവുമായി NTA. മേഘാലയയിലെ ക്രമസമാധാന പ്രശ്നങ്ങളും സുരക്ഷാ സാഹചര്യവും കാരണം അവരുടേതല്ലാത്ത കാരണങ്ങളാൽ ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് വിശദീകരണം. ആ വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും പരീക്ഷ നടത്തിയതെന്ന് NTA പറയുന്നു. പുനഃപരീക്ഷ നടത്തിയ വിദ്യാർത്ഥികൾക്ക് സ്കോർ നൽകുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുകൂടി NTA വ്യക്തമാക്കുകയാണ്. വിനിത വിജി വിവരങ്ങൾ ചേർന്ന്. വിനിത, ഒന്നിനു പുറമെ ഒന്നായി ഓരോ പരീക്ഷകൾ സംശയനിലാവുന്ന സാഹചര്യം ഇന്ത്യയുടെ വിശ്വാസത്തെ ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയല്ലേ ഇത്തരത്തിൽ ഇത് പ്രശ്നമുള്ളതല്ല എന്ന തരത്തിലുള്ള വിശദീകരണം? വിനീത, തീർച്ചയായും അത്തരത്തിലേക്കുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ NTA പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ചില പോസ്റ്റുകളും പ്രചരണങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഊഹാപോഹങ്ങൾ വന്നതിന് പിന്നാലെയാണ് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വിശദീകരണം നൽകുന്നതെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 565 വിദ്യാർത്ഥികൾക്കായാണ് ഈ പുനഃപരീക്ഷ നടത്തിയതെന്ന് അവർ പറയുന്നുണ്ട്. മാർച്ച് 29, 30 തീയതികളിലായിട്ടായിരുന്നു ഈ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. 28 വിഷയങ്ങളിലാണ് പുനഃപരീക്ഷ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ മേഘാലയയിൽ ക്രമസമാധാന പ്രശ്നങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ സാഹചര്യവും നിലനിൽക്കുന്നത് കാരണം ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് അവരുടേതല്ലാത്ത കാരണങ്ങളാലാണ് അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമായത്. അത്തരം കാര്യങ്ങളിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവരുടെ ക്ഷേമത്തിനായിട്ടാണ് വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്താണ് അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക്, ഒരു പുനഃപരീക്ഷ എന്ന നിലയിലേക്ക് NTA ആ നടപടി സ്വീകരിച്ചതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ 565 വിദ്യാർത്ഥികൾക്കായിട്ടാണ് വീണ്ടും പരീക്ഷ നടത്തിയതെന്നാണ് NTA വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.